7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച് അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെയുള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. പണ്ട് എൻ്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എനിക്ക് സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അച്ഛൻ കാളാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷേ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എൻ്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോൾ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. റീച്ചിന് വേണ്ടിയിട്ട് കുടുംബക്കാരെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുള്ള പരിപാടിയാണ്. പണ്ട് വേറൊരു ഫാമിലി ഇതുപോലെ കുടുംബ പ്രശ്നമൊക്കെ കാണിച്ച് ഫോർച്യൂണർ മേടിച്ചല്ലോ, അതുപോലെ ഫോർച്യൂണർ മേടിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇവനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് റീച്ചിന് വേണ്ടി ചെയ്യണതാണെങ്കിലും അല്ലെങ്കിലും എന്ത് മാരക പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്വന്തം അമ്മയും പെങ്ങളെയൊക്കെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ അപരാധങ്ങൾ വിളിച്ച് പറയണമെങ്കിൽ ഇവൻ്റെ പ്രശ്നം റിയൽ ആയിരിക്കും. ഇനിയിപ്പോൾ റിയൽ ഇഷ്യൂ ആണ് ഇവനും ഇവൻ്റെ ഫാമിലിയും തമ്മിലെങ്കിൽ പോലും കുടുംബത്ത് പ്രത്യേകിച്ച് അമ്മയോടും സഹോദരിയോടും ഒക്കെയുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങൾ യൂട്യൂബ് പോലെ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ യൂസ് ചെയ്ത് സ്വന്തം പല്ലിൻ്റെ ഇടയിൽ കുത്തി നാറ്റിച്ച് സ്വന്തം തള്ളയും പെങ്ങളെയൊക്കെ മാനം കെടുത്തി ഇവൻ ഇനി എന്ത് ആനക്കുട്ടീനെ നേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തീട്ടത്തിൻ്റെ മേലിരിക്കുന്ന ഈച്ചയുടെ പോലത്തെ ഒരു വിലയാണ് ആ സാധനത്തിന് കാണുള്ളൂ. ഇവന് കാര്യമായിട്ട് എന്തൊക്കെയോ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവന് ചെറുപ്പം മുതൽ ഒരുപാട് ട്രോമയും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുള്ള ഒരു പയ്യനാണ്. അവൻ്റെ പ്രായത്തിൽ അവൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും അവന് റിയലായിട്ട് അറിയാത്തത് കൊണ്ടായിരിക്കും ഇത്തരം കോപ്രായങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിൽ കടന്ന് കറങ്ങുന്നത്. അവന് പ്രോപ്പറായിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയോ ഒരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ വേണ്ട ഒരു ടൈമാണ്. അപ്പോൾ ഇത് വെറുതെ ട്രോളാനുള്ള ഒരു മെറ്റീരിയലായിട്ടോ അല്ലെങ്കിൽ പ്രശ്നേഷ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനെ കളിയാക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവന് കൂട്ടുകാരെന്ന് പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അവന് വീട്ടുകാരില്ല എന്നുള്ളത് ഏകദേശം മനസ്സിലായി, വീട്ടുകാരെ അടിച്ച് പുറത്താക്കിയ സ്ഥിതിക്ക് കൂട്ടുകാർ സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയ്ക്ക് അവനോട് സ്നേഹമുണ്ടെങ്കിൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പി സ്വന്തമായിട്ട് നാറുന്നതിന് പകരം ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങോ ബാക്കി കാര്യങ്ങളോ എന്തെങ്കിലും നടത്തിയിട്ട് പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ നോക്കുക. പ്രശ്നം വിറ്റ് കാശാക്കിയിട്ട് എല്ലാ കാലത്തും ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീട്ട വിലയെ കിട്ടുള്ളൂ സമൂഹത്തിൽ. അപ്പോൾ പിന്നെ സമൂഹത്തിന് കുറ്റം പറഞ്ഞിട്ടും ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത്രയും നാൾ നിന്നെ എല്ലാവരും പ്രശ്നേഷ് എന്ന് വിളിച്ചു, ഇനി നിന്നെ എല്ലാവരും തീട്ടേഷ് എന്ന് വിളിക്കുന്ന അവസ്ഥ വരുത്തല്ലേ എൻ്റെ കുട്ട.